പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാണ്ടിയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നത മഹോന്നതം. സൃഷ്ടിജാല വൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഇനി സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ രചിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോക്ഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തന്മാരായവരെ രചിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട്യ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയിൽ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കുവാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശദീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9, 27 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം,
വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളൊക്കെ ജീവിതത്തിൽ പല നിയോഗങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് വായിച്ച് കേട്ട സുവിശേഷത്തിൽ 2 അത്ഭുതങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അതിനോട് കൂടെ പ്രാർത്ഥനയുടെ ഒരു ആവശ്യം കൂടി പറഞ്ഞു വെച്ചിട്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി, ചില ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനയും കടത്തിവിട്ടാൽ ആ പ്രാർത്ഥനയിൽ അനുഗ്രഹം കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ആ അനുഗ്രഹം സാധ്യമാകുന്ന 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുക. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം പാപം ഉപേക്ഷിച്ചുള്ള ജീവിതമാണ്. മൂന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. ജീവിതത്തിലെ ഏത് കാര്യവും നടക്കാൻ വേണ്ടി ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ തുടക്ക ഭാഗത്ത് അന്ധർക്ക് കാഴ്ച നൽകുന്ന കർത്താവിൻ്റെ ചിത്രമാണ്. 2 പേര് ഈശോയുടെ അടുത്തേക്ക് വരിക. ഈശോയോട് പറയുക, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ. ഈശോ അവരെ കണ്ടിട്ട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം ഉണ്ടാവും. അവർ പറയുക, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ എന്നാണ് പറയുക. അല്ലാതെ ഈശോ ചോദിക്കുന്നില്ല നിങ്ങൾ അന്ധനാണോ, കാഴ്ച വേണോ, അതൊന്നും ഈശോ ചോദിക്കുന്നില്ല. ഒറ്റ ചോദ്യം മാത്രം, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ കാര്യം മനസ്സിനോട് തന്നെ ചോദിക്കണം, എനിക്ക് വിശ്വാസമുണ്ടോ എൻ്റെ ദൈവത്തിൽ? എൻ്റെ ദൈവം ഈ കാര്യം നടത്തിത്തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടോ? അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുക. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധരോട് കർത്താവും ചോദിച്ചതും അത് തന്നെയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഉടനെ തന്നെ അവർക്ക് കാഴ്ച കൊടുക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ വിശ്വസിക്കണം, എൻ്റെ കർത്താവിന് ഇത് സാധ്യമാണ്, എനിക്ക് ഈ കാര്യം നടത്തി തരാൻ കർത്താവിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ കാര്യം, ഊമനെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ ചിത്രമാണ്. സംസാരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്താം. ഒറ്റ കാര്യം മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ, ഒറ്റ കാര്യം മാത്രം. അവൻ എന്താ ചെയ്യുന്നത്? അവൻ പിശാച്ചിനെ പുറത്താക്കിയപ്പോൾ ഊമൻ സംസാരിച്ചു. കർത്താവ് അവൻ്റെ അധരത്തിൽ തൊടുന്നില്ല, അവൻ്റെ ശിരസിൽ കൈവയ്ക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. അവനെ തൊട്ടോ മറ്റു കാര്യങ്ങളോ നിനക്ക് സംസാരിക്കണോ എന്നുള്ള ചോദ്യങ്ങളോ ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം കർത്താവ് ചെയ്യുക, ഒറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താ ചെയ്തേ? അവൻ്റെ പാപങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റിയപ്പോൾ അവൻ സംസാരിച്ചു എന്ന് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി, ചില നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും പാപമുണ്ടെങ്കിൽ ആ കാര്യം നടക്കില്ല. സ്വന്തം മാതാപിതാക്കളെയും കൂടെയുള്ളവരെയും മക്കളെയും കൂടെപ്പിറപ്പുകളെയും സഹോദരങ്ങളെയും അല്ലെങ്കിൽ അയൽവക്കക്കാരെയും കൂടെയുള്ളവരൊക്കെ സ്നേഹിക്കാത്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഗ്രഹം ഉണ്ടാകുക? അനുഗ്രഹം ഉണ്ടാകില്ല. അതിന് കാരണം ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവൻ്റെ ജീവിതത്തിലെ പിശാച്ചാണ്. ആ പിശാച്ചുള്ളിടത്ത് ഒരിക്കലും കർത്താവിന് വന്ന് വസിക്കാൻ പറ്റില്ല, അനുഗ്രഹം കിട്ടത്തില്ല. അപ്പോൾ കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ രണ്ടാമതായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉപേക്ഷിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, നീ സുഖമാക്കപ്പെടും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. എന്ന് വെച്ചാൽ വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ
കൃത്യമായിട്ട് സുവിശേഷ ഭാഗം നമ്മളോട് പറയുക. നല്ല വൈദികരെ കിട്ടാൻ, നല്ല സന്യസ്തരെ കിട്ടാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വൈദികരോട് ചേർന്ന് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, കൃപയുണ്ടാകും. അതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന മൂന്നാമത്തെ സന്ദേശം. സ്നേഹം നിറഞ്ഞവരെ, ഈ 3 കാര്യങ്ങൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. വിശ്വാസത്തോടെയാണോ ഞാൻ ദൈവത്തെ വിളിക്കുന്നത് എൻ്റെ നിയോഗം നടക്കാൻ? പാപങ്ങൾ ഉപേക്ഷിച്ചിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ നിയോഗം നടക്കാൻ? വൈദികരോട് ചേർന്ന് നിന്ന് വൈദികരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഞാൻ എൻ്റെ നിയോഗം നടക്കാൻ? ഈ 3 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം കിട്ടിയിരിക്കും. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നമ്മുടെ ഇടവക സമൂഹത്തെയും അതിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരുണയുടെ ചിറകിൻ കീഴിൽ കാത്തുരക്ഷിക്കണമേ. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിശ്വസിക്കുന്ന സാക്ഷികളാകാൻ ഞങ്ങളെല്ലാവർക്കും അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിനു അച്ഛനെ ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ദൈവസ്നേഹവും സമാധാനവും ആരോഗ്യവും നിറച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന കൃപയുടെ ഉപകരണമായി വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമേ. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴിയിൽ പുതുതലമുറയെ കൈപിടിച്ചുയർത്തുന്ന ഞങ്ങളുടെ കാറ്റീസം അധ്യാപകരെയും ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വാസത്തിൽ വളരാൻ പരിശ്രമിക്കുന്ന എല്ലാ മതബോധന വിദ്യാർത്ഥികളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശവും ജ്ഞാനവും ശക്തിയും അവർക്ക് എന്നും ലഭിക്കുവാനും ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് സാക്ഷ്യജീവിതം നയിക്കുവാനും ശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങൾ മതബോധന ലീഡേഴ്സിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നേതൃത്വത്തിലൂടെ അനേകം കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ അടുത്തറിയുവാനും സ്നേഹിക്കുവാനും അനുഗമിക്കുവാനും ഇടയാക്കട്ടെ. പ്രത്യാശയോടും സമർപ്പണത്തോടും സന്തോഷത്തോടും കൂടെ ദൗത്യം നിർവഹിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനമുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചേക്കുകയും ചെയ്യട്ടെ. അബ്രാമിൻ ബലി പോലെ ആബേലിൻ ബലി പോലെ സ്വീകരിക്കണമേ. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണേ ദൈവമേ. പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിക്കണേ ഈശോയെ. അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവമേ. പ്രത്യേകിച്ച് വിദൂരത്തിരുന്ന് ഓൺലൈനിലൂടെ ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന
എല്ലാ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളും ആകുലതകളും ജീവിത പ്രതിസന്ധികളും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. ദൈവമേ, ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അവരെ ഏൽപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കുടുംബങ്ങളിൽ പലവിധത്തിലുള്ള വഴക്കുകളും ഭിന്നതകളുണ്ട് ഈശോയെ. അത് പരിഹരിക്കാൻ അങ്ങ് കടന്നു വരണമേ. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ മക്കൾ പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ അനുഭവിക്കുന്നവർ, പലവിധത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, പ്രായമായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിൽ പഠനത്തിനും ജോലിക്കൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പഠിക്കുന്ന മക്കൾ, വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവർ, ദൈവമേ, മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ആസക്തികളിൽ പെട്ടുകിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും പരിതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തിനുമുള്ള ആദിസാധനം, യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ രക്ഷിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശ്വരനായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം രക്ഷിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിലെ ഈർപ്പും നിത്യാസ്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധത നിറവേറ്റുവാൻ അങ്ങേ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ.
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. അതിനെ ആയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്നാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സുർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാ, സർവാധിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സുർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാ, സർവാധിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നത് സർവശക്തനാം സൃഷ്ടാവിനെ, മണ്ണിലേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ശാന. ഉന്നതങ്ങളിൽ വാണിടുന്നത് സർവശക്തനാം സൃഷ്ടാവിനെ, മണ്ണിലേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ശാന. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ജീവനേ കാ
കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകതനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശദീകരിക്കുന്ന കർത്താവ് ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു. നിത്യജീവൻ നൽകും ദിവ്യഭോജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ, നിത്യജീവൻ നൽകും ദിവ്യഭോജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ, ഓരോ ദിനവും ഉള്ളിൻ്റെ ഉള്ളിൽ തിരുവോസ്തിരൂപനായി നീയടയും, ഓരോ നിമിഷവും വീഴാതെ എന്നെ ഉള്ളം കൈകളിൽ താങ്ങിടുന്നു. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരണേ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യപാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, കുറ്റം പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം.
ഈശോ നമുക്കായി തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളിൽ നിന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഇതാ മിശിഹായുടെ തിരുശരീരത്വങ്ങളാകുന്ന നിഗൂഢ രഹസ്യങ്ങൾ നൽകപ്പെടുന്നു. ഈ ആത്മീയ വിരുന്നിനെ മാലാഖമാരുടെ ഗണങ്ങൾ പ്രകീർത്തിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ മാലാഖമാരുടെ ഒന്നിച്ചുള്ള നിത്യാനന്ദത്തിനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും സ്വർഗീയ ഓർസ്ലേമയിൽ തൻ്റെ വലത്തുഭാഗത്തുള്ള സ്ഥാനത്തിനും അവിടുന്ന് നമ്മെ യോഗ്യരാക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെയും മേൽ അവിടുന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെ സ്വസ്തി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.